നമ്മുടെ ജീവിതത്തിന് എന്ത് ദർശനങ്ങൾ? നിസ്കാരം തീരുന്നെടുത്തു, ഞാൻ ഇന്നെപ്പറ്റി പറയാണ്, നിസ്കാരം തീരുന്നെടുത്തു, ഉംറയും ഹജ്ജൊക്കെ തീരുന്നെടുത്തു. കുടുംബ ജീവിതത്തിൽ ഇണയോടുള്ള പെരുമാറ്റം അബൂജഹലിന്റെ ആദർശം എടുത്തു. താടി നീട്ടി വെള്ളിയും വെള്ളിയിട്ടു, എല്ലാം സെറ്റായി. പക്ഷെ സ്വഭാവം, ഇണയോടുള്ള സ്വഭാവം ഇന്നും 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിലെ അന്നത്തെ അബൂജഹലിന്റെ സ്വഭാവം ഇന്നും മാറില്ല. വ്യക്തിപരമായിട്ട് പറയാൻ, ആത്മാർത്ഥമായി പറയാൻ, നിക്കാഹിൽ പറയുന്നത് പോലെ തന്നെ അങ്ങാടി ഒരു 100 ചെറുപ്പക്കാരെ വേണ്ട കല്യാണം കഴിഞ്ഞോലെ നിർത്തുക, 100 യുവാക്കളെ അടക്കം കല്യാണം കഴിഞ്ഞോലെ നിർത്തുക. 4 ചോദ്യം അവരോട് ചോദിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാൻ, കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും മനസ്സ് നോക്കാൻ. ഒന്ന്, നമ്മളോട് ഒരാൾ ചോദിക്കാൻ, സ്വന്തം ബാപ്പാനിമ്മാനെ സ്നേഹിച്ചാൽ എന്താണ് തിരിച്ചു കിട്ടുക? നമ്മൾ പറയും, ബാപ്പാനിമ്മാനെ സ്നേഹിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടും. ശരി, കൂട്ടുകാരെ സ്നേഹിച്ചാലോ കൂട്ടുകാർ തിരിച്ചു സ്നേഹിക്കും. അയൽവാസിയെ സ്നേഹിച്ചാലോ അയൽവാസി തിരിച്ചു സ്നേഹിക്കും. 4ാമത്തെ ചോദ്യം, ഭാര്യയെ സ്നേഹിച്ചാലോ? ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂല, ഓല് തലയിൽ കയറും. മൗലവി നിങ്ങൾ പറയണ പോലല്ല, ഇറങ്ങൂല, എടങ്ങേറാകും, ഓല് പൊന്തുള്ളൂ, ഓല് കുന്തളിക്കൊള്ളൂ, ഓലെടുക്കാൻ കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, ഏത് ആദർശാണിത്? ഏത് ആദർശാണ്? ബാപ്പാനെ, ഉമ്മാനെ, പെങ്ങന്മാരെ, ഏട്ടനെ, അഞ്ചനെ, നാട്ടിലെല്ലാരും ഇഷ്ടപ്പെടാ, ഭാര്യനെ അടുപ്പിക്കാൻ പറ്റില്ല. ഇതാണ് അബൂജഹലിന്റെ ആദർശം. ഇതാണ് അബൂജഹലിന്റെ ആദർശം. ഇന്നുണ്ട് 5 വക്ത് നിസ്കരിക്കണോന്റെ ഹൃദയാണിത്. ഞാൻ ആക്ഷേപിക്കല്ല. 2ാമത്തെ ചോദ്യം, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ബാപ്പാനെ തച്ചാൽ മഹല്ല് ഇടപെടൂലേ? ഇടപെടും. ഏട്ടനെ തച്ചാൽ മോശാന്നെങ്കിലും പറയില്ലേ? പറയും. ഉസ്താദിനെ തച്ചാൽ എടാ അനുഭവിക്കേണ്ടി വരുന്നു പറയില്ലേ? പറയും. അയനൊക്കെക്കാരനെ പോയി തച്ചാൽ അനക്ക് തിരിച്ചു കിട്ടിട്ടോന്ന് പറയില്ലേ? പറയും. ഭാര്യനെ പോയി തച്ചാലോ? ഭാര്യനെ പോയി തച്ചാലോ? മഹല്ലുമില്ല, നാടുമില്ല, ഏട്ടനുമില്ല, അഞ്ചനുമില്ല, ഒന്നുമില്ല. എന്താ അറിയോ? കിട്ടണ്ടോളാണ്. മാഷ തച്ചാൽ അനക്ക് പടച്ചോന്നേക്കുന്ന കുറ്റം കിട്ടുന്ന പറഞ്ഞ മാഷ എവിടെ? ഭാര്യ എവിടെ? ഏട്ടവനെവിടെ? ഭാര്യ എവിടെ? അനിയനെവിടെ? ഭാര്യ എവിടെ?